जय राधा कुंज विहारी जय गोपीजन वल्लभा गिरिवरधारी जय गोपीजन वल्लभा गिरिवरधारी यशोदनंदन व्रज यशोदनंदन व्रज यशोदनंदन व्रज जनरंजन यशोदनंदन व्रज जनरंजन वनचारी जय माधव कुंज विहारी हरे कृष्णा कृष्ण कृष्ण हरे राम हरे राम राम हरे कृष्णा कृष्ण कृष्ण हरे हरे ഹരേ കൃഷ്ണ. हरे राम സൗണ്ട് കുറവ്. राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय प्रभुपादा जय प्रभुपादा जय प्रभुपादा तेर प्रभुपादा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा हरि बोल हरि बोल हरि बोल जय गौर हरि बोल. Can everyone hear me? എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. പ്രഭു എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാം. കേൾക്കുന്നുണ്ട് പ്രഭു, കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ക്ലിയർ ആവുന്നില്ല പ്രഭു. ഹരേ കൃഷ്ണ. സൗണ്ട് പോരാ പ്രഭു, വളരെ ചെറുതായിട്ടാണ് കേൾക്കുന്നത്, വളരെ ചെറുതായി കേൾക്കുന്നു. നോർമൽ ക്ലാസ്. മൈക്ക് ഓഫ് ചെയ്യും. वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. नमो विष्णुपदाय कृष्ण पृष्ठाय भूतले श्रीमते महाविष्णु गोस्वामी निधि नामिने मूकं करोति वाचालं पंगं लंघयते गिरिं यत्कृपातमकं वन्दे श्रीगुरुं दीनतारिणम्. ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम भगवते वासुदेवाय. नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्. अष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतिरुत्तमश्लोके भक्तिर्भवति नैष्टिकी. We are reading from first canto, 4th chapter, 25th verse, 1-4-25. നമ്മളിപ്പോ സംസാരിക്കുന്നത് ശ്രീമദ് ഭാഗവത്തിലെ 4-ാം അധ്യായം 25-ാം ശ്ലോകം, 1-ാം കാൻഡോ 4-ാം അധ്യായം 25-ാം ശ്ലോകമാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത്. ശ്രീശൂദ്ര ദ്വിജബന്ധൂനാം ത്രയേണ ശ്രുതിഗോചരാ
इति गोचरः। कर्म श्रेयसि मूढानां श्रेय एवं भवेतिह इति भारतमाख्यानम् कृपया मुनिना कृतम्. Word to word meaning should read? Direct translation. Translation by His Divine Grace Bhaktivedanta Swami Prabhupada. Out of compassion, the great sage thought it wise that this would enable men to achieve the ultimate goal of life. Thus, he compiled the great historical narration called the Mahabharata for women, laborers, and friends of the twice born. Yeah, please. വിവർത്തനം. ജീവിതത്തിന്റെ നിയമാക ലക്ഷ്യത്തെ പ്രാപ്തമാകുന്നതിലേക്കായി ജനങ്ങളെ കഴിവുള്ളവരാക്കി തീർക്കാൻ ഇത് ഉപകരിക്കുമെന്ന് ബുദ്ധിപരമായി പരിചിന്തിക്കയാൽ ശ്രേഷ്ഠ ഋഷി അദ്ദേഹത്തിന്റെ അപാര കൃപയാൽ ദ്വിജബന്ധുക്കൾക്കും ശൂദ്രർക്കും സ്ത്രീകൾക്കും വേണ്ടി മഹത്തായ ചരിത്രാഖ്യാനമായ മഹാഭാരതം രചിച്ചു. ഭാവാർത്ഥം എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ദ്വിജബന്ധുക്കൾ എന്നാൽ ബ്രാഹ്മണ കുലത്തിലും ക്ഷത്രിയ വംശത്തിലും വൈശ്യ കുടുംബത്തിലും അഥവാ ആധ്യാത്മിക സംസ്കാര സമ്പന്നമായ കുടുംബത്തിലും ജനിച്ചവർ. എന്നാൽ അവർ സ്വയം താന്താങ്ങളുടെ പൂർവികർക്ക് സമാനമല്ലാത്തവർ എന്നർത്ഥം. അത്തരം അന്തരഗാമികളെ പവിത്രീകരണം ആവശ്യമാകുന്നത് അതേപോലെ അംഗീകരിക്കരുത്. ഒരു ശിശുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ ശുദ്ധീകരണ നടപടികൾ ആരംഭിക്കുന്നു. ബീജം പ്രദാനം ചെയ്യുന്ന ഉദ്ധാരണ കർമ്മത്തെ ഗർഭദാന സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്രകാരമുള്ള ഗർഭദാന സംസ്കാരം അഥവാ ആത്മീയ കുടുംബ ആസൂത്രണത്തിന് വിധേയനാകാത്ത ഒരാളെ യഥാർത്ഥ ദ്വിജ കുടുംബത്തിലെ വ്യക്തിയായി അംഗീകരിക്കരുത്. ഗർഭദാന സംസ്കാരത്തെ പിന്തുടർന്ന് മറ്റു പവിത്രീകരണ പ്രക്രിയകൾ അവയിൽ ഒന്ന് ഉപനയന കർമ്മം നടത്തുന്നു. ആത്മീയ ദീക്ഷാ സമയത്താണ് ഉപനയനം നിർവഹിക്കപ്പെടുന്നത്. ഈ സവിശേഷ സംസ്കാരത്തിന് ശേഷം ഒരാളെ യഥാർത്ഥമായി ദ്വിജനെന്ന് വിശേഷിപ്പിക്കാം. ബീജം പ്രദാനം ചെയ്യുന്ന സംസ്കാരത്തെ ഒന്നാം ജന്മമെന്നും ആത്മീയ ദീക്ഷാ സ്വീകരണത്തെ രണ്ടാം ജന്മമെന്നും കണക്കാക്കുന്നു. അപ്രകാരമുള്ള പ്രധാന സംസ്കാരങ്ങൾക്ക് വിധേയനായ ഒരാളെ യഥാർത്ഥ ദ്വിജനെന്ന് അഭിസംബോധന ചെയ്യുന്നു. മാതാപിതാക്കൾ ആത്മീയ കുടുംബ ആസൂത്രണം പാലിക്കാതെ വികാരത്താൽ മാത്രം ശിശുക്കൾക്ക് ജന്മം നൽകുന്നു എങ്കിൽ അവരുടെ ശിശുക്കളെ ദ്വിജബന്ധുക്കൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ദ്വിജബന്ധുക്കൾ നിശ്ചയമായും പാരമ്പര്യ ദ്വിജ കുടുംബത്തിലെ ശിശുക്കളോളം വിവേകികൾ ആയിരിക്കില്ല. സ്വാഭാവികമായി അല്പജ്ഞാനികളായ സ്ത്രീകളുടെയും ശൂദ്രരുടെയും കൂട്ടത്തിൽ ദ്വിജബന്ധുക്കളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശൂദ്രരും സ്ത്രീകളും വിവാഹ സംസ്കാരം ഒഴികെ യാതൊരുവിധ സംസ്കാര രക്ഷയ്ക്കും വിധേയരാകേണ്ടതില്ല. സ്ത്രീകൾ, ശൂദ്രർ തുടങ്ങിയ അല്പജ്ഞാനികളായ മനുഷ്യവർഗങ്ങളും ഉന്നത കുലജാതരായ അയോഗ്യരായ പുത്രരും അതീന്ദ്ര വേദങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കുന്നതിനാവശ്യമായ അവശ്യ യോഗ്യതകൾ ശൂന്യമാക്കപ്പെട്ടവരാകുന്നു. ആകയാൽ അവർക്കായി മഹാഭാരതം രചിക്കപ്പെട്ടു. വേദലക്ഷ്യ നിർവഹണമാണ് മഹാഭാരതത്തിന്റെ ഉദ്ദേശം. ആകയാൽ മഹാഭാരതത്തിൽ വേദ സംക്ഷേപമായ ഭഗവത്ഗീത ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അല്പജ്ഞാനികൾ തത്വശാസ്ത്രത്തെക്കാൾ അധികം താല്പര്യം കഥകളിൽ പ്രകടിപ്പിക്കയാൽ വേദതത്വശാസ്ത്രത്തെ ഭഗവത്ഗീത രൂപത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അരുളി ചെയ്യുന്നു. വ്യാസദേവനും ഭഗവാൻ ശ്രീകൃഷ്ണനും ഒരേ ആത്മീയ തലത്തിലാകയാൽ ഈ കലിയുഗത്തിലെ പതീത ആത്മാക്കളുടെ നന്മയ്ക്കായി അവർ യോജിച്ച് പ്രവർത്തിക്കുന്നു. സർവ വേദ വിജ്ഞാനങ്ങളുടെയും സാരാംശമാണ് ഭഗവത്ഗീത. ഉപനിഷത്തുകളെ പോലെ ആത്മീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആദ്യ ഗ്രന്ഥം
ഭഗവത്ഗീതയാകുന്നു. വേദാന്ത ദർശനം ആത്മീയ ബിരുദധാരികളുടെ അധ്യയന വിഷയമാകുന്നു. ബിരുദാനന്തര ബിരുദം നേടിയ ആത്മീയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ആധ്യാത്മികം അഥവാ ഭഗവത് ഭക്തിത്വ സേവനത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകുകയുള്ളൂ. ഈ മഹത്തായ ശാസ്ത്രമാകുന്നു. ഉത്കൃഷ്ടനായ അധ്യാപകൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപത്തിൽ സ്വയം ഭഗവാൻ ആകുന്നു. ഭഗവാനാൽ അധികാരപ്പെടുത്തപ്പെട്ട വ്യക്തികൾക്ക് മറ്റുള്ളവരെ അതീന്ദ്രിയ ഭഗവത് പ്രേമയുക്ത സേവനത്തിൽ ഉപനയിക്കാനാകും. ഓം തത്സത്. ഹരേ കൃഷ്ണ. Hare Krishna. So this verse talks about how the Supreme Lord blessed the whole humanity in the form of Vyasadeva. ഈ ശ്ലോകത്തിൽ പറയുന്നത് എങ്ങനെയാണ് പരമ ദിവ്യ ഉത്തമ പുരുഷനായ ഭഗവാൻ വ്യാസദേവനിലൂടെ ഈ ലോകത്തിനെ അനുഗ്രഹിച്ചത് എന്ന് പറയുന്നു. Actually, one title of the Supreme Lord is called Purushottama. ഭഗവാന് ഒരു പേരുണ്ട്. ആ പേര് പുരുഷോത്തമൻ എന്നാണ്. Actually, there are 4 kinds of Purushas. യഥാർത്ഥത്തിൽ 4 തരം പുരുഷന്മാരുണ്ട്. That is, one Purusha is called Adamo Adama. ഒരു പുരുഷൻ എന്ന് പറയുന്നത് അധമൻ എന്നാണ്. That Adamo അധമ എന്നാണ്. That means he will try to destroy others, and only by that he will try to survive. അദ്ദേഹത്തിന്റെ രീതി എന്തെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും അതിലൂടെ അദ്ദേഹം അതിജീവിക്കുകയും ചെയ്യുന്നു. There is another Purusha called as Adama Purusha, lowest. മറ്റൊരു ആളെന്ന് പറയുന്നത് അധമൻ എന്നാണ്. This person, he will not worry about whether the others are benefited or not. He is worried only about himself. അദ്ദേഹം മറ്റുള്ളവരുടെ കാര്യം ഒന്നും ശ്രദ്ധിക്കാറില്ല. അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം മാത്രമാണ്. Unfortunately, in Kali Yuga, most of us will fall in that category. വിഷമസ്ഥിതി എന്തെന്നാൽ കലിയുഗത്തിൽ നമ്മളെല്ലാവരും വരുന്നത് ഈ കാറ്റഗറിയിലാണ്. And another category is called Madhyama Purusha. മറ്റൊരു തരം എന്ന് പറഞ്ഞാൽ മധ്യമ പുരുഷൻ എന്നതാണ്. Madhyama Purusha, he will think of benefit of himself and others. അദ്ദേഹം സ്വന്തം കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യവും ശ്രദ്ധിക്കാറുണ്ട്. And there is the topmost category called Uttama Purusha. ഉയർന്ന മറ്റൊരു തരം എന്തെന്ന് വെച്ചാൽ അത് ഉത്തമ പുരുഷൻ എന്നുള്ളതാണ്. This Uttama Purusha, he will sacrifice all his personal benefits for the benefit of others. അദ്ദേഹം സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ത്യജിക്കാൻ തയ്യാറാണ് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി. So the Supreme Lord is called Uttama Purusha because in every incarnation he will sacrifice himself for the benefit of all living entities. ഭഗവാൻ ഉത്തമ പുരുഷനാണ്. കാരണം നമുക്ക് നോക്കാം, എല്ലാ അവതാരങ്ങളിലും ഭഗവാൻ സ്വന്തമായിട്ട് എല്ലാം ത്യജിക്കും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി. So he will lower himself so that others will get elevated. അദ്ദേഹം വളരെ കരുണാമയനാണ്. എല്ലാവരും മുക്തി പ്രാപിക്കട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. So the Lord doesn't have any birth. യഥാർത്ഥത്തിൽ ഭഗവാന് ജന്മമേ ഇല്ല. But he appears in this world so that we don't have to take birth again. അദ്ദേഹം ഇവിടെ ജന്മമെടുക്കുന്നത് എന്തെന്നാൽ നമ്മൾ ഇനി ഒരിക്കലും ജനിക്കാതിരിക്കുവാൻ വേണ്ടി. He is the father of everyone. യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് നമ്മളുടെ എല്ലാവരുടെയും പിതാവ്. But he accepts Vasudeva, he accepts Dasaratha, he accepts Jamadagni, he accepts Parasara as their parents. അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ അദ്ദേഹം ദശരഥനെയും പരാശരനെയും ജമദഗ്നിയെയും വാസുദേവനെയും പിതാവായി സ്വീകരിക്കുന്നു. The Lord is omniscient, he has all knowledge. അദ്ദേഹത്തിന് എല്ലാതരം അറിവും ഉണ്ടായിരിക്കും. But to teach us, he accepts Guru and learns Vedas from them. എന്നാൽ അദ്ദേഹം ഗുരുവിനെ സ്വീകരിക്കുകയും അതിലൂടെ നമുക്ക് വേദങ്ങളെല്ലാം പറഞ്ഞു തരികയും ചെയ്യുന്നു. And actually he is all rich, he has every wealth. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് എല്ലാതരം സമ്പത്തുമുണ്ട്. But as Vamanadeva, he will beg from Bali Maharaj so that all living entities are benefited, and Bali is also benefited. എന്നാൽ അദ്ദേഹം വാമനദേവനായി അവതരിച്ചപ്പോൾ ബലി മഹാരാജിൽ നിന്നും അത് യാചിക്കുകയും
അതിലൂടെ എല്ലാവർക്കും സൗഭാഗ്യങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഈവൻ ബലി മഹാരാജാവിന് കൂടി. And he is actually all powerful, but he accepts defeat from his devotees to give them glory. യഥാർത്ഥത്തിൽ അദ്ദേഹം അതിശക്തനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഭക്തരാൽ തോൽപ്പിക്കപ്പെടുകയും അതിലൂടെ ഒരുപാട് പേർക്ക് ഭക്തർക്കെല്ലാം ശക്തി കൊടുക്കുകയും ചെയ്യുന്നു. So this is the meaning of avatara. ഇതിന്റെ അർത്ഥമാണ് അവതാരം എന്ന് പറയുന്നത്. Tara means to ascend, to go up. Tara. Avatara. Tara means to go up, elevate. അവതാരത്തിലെ താര എന്ന് പറയുന്ന വാക്കിനർത്ഥം എലിവേറ്റ് എന്നാണ്. എലിവേറ്റ് എന്ന് പറയുമ്പോൾ മോചനം എന്നാണ് അതിനർത്ഥം. Avatara means to come down. അവതാരം എന്നുള്ള വാക്കിനർത്ഥം താഴോട്ട് ഇറങ്ങി വരിക എന്നാണ്. So the Lord comes down so that we can go out of this material world. ഭഗവാൻ കരുണാമയനായി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്നും മേളിലോട്ട് പോകുവാൻ കഴിയും. Actually, we also try to elevate ourselves in life. We also try to elevate upgrade our lives. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം ഉയർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. A person who is having a rented house, he wants a 1 BHK apartment. ആർക്കാണോ വാടക വീടുള്ളത് അവർ മിനിമം ഒരു ബെഡ്റൂം അപ്പാർട്ട്മെന്റിലെങ്കിലും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു. 1 BHK person wants 2 BHK. ഒരു ബെഡ്റൂം അപ്പാർട്ട്മെന്റ് സ്വന്തമായിട്ടുള്ള ആള് 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് വാങ്ങിക്കാൻ എങ്ങനെ എന്ന് ചിന്തിക്കുന്നു. I have a 2 BHK, but I always say everyday think why I don't have a 3 BHK. എനിക്കിപ്പോ 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും എന്തുകൊണ്ട് എനിക്ക് 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് വാങ്ങിക്കൂടാ എന്ന്. Similarly, a person having a normal car wants SUV. സാധാരണ ഒരാൾക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാർ ഉണ്ടെങ്കിൽ അത് ചിന്തിക്കും എന്തുകൊണ്ട് എനിക്ക് SUV കാർ മേടിച്ചൂടാ എന്ന് ചിന്തിക്കും. But there is nothing wrong in this. യഥാർത്ഥത്തിൽ ഇത് തെറ്റായ ഒരു കാര്യമല്ല. We want to go to the next stage in life because we have desires. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. But God, He comes from His world down to us out of compassion. എന്നാൽ ഭഗവാൻ അദ്ദേഹത്തിന്റെ സ്വന്തം രാജധാനിയിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരുന്നത് നമ്മളോടുള്ള കാരുണ്യം കൊണ്ടാണ്. He doesn't have any need to come here. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇവിടെ വരേണ്ട യാതൊരു ആവശ്യവുമില്ല. But He comes so that we will all get uplifted. അദ്ദേഹം വരുന്നത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് എത്താൻ അതിലൂടെ കഴിയും. So in all these incarnations, the most important incarnation, but people often neglect, is Vyasadeva. അങ്ങനെ ഭഗവാന്റെ ഒരുപാട് അവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവതാരമാണ് വ്യാസദേവന്റെ അവതാരം. എന്നാൽ സാധാരണക്കാർക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അറിയില്ല. The thing is, Vyasadeva is so important because if there is no Vyasadeva, then we cannot understand other incarnations at all. യഥാർത്ഥത്തിൽ വ്യാസദേവന്റെ പ്രത്യേകത എന്തെന്നാൽ വ്യാസദേവൻ എന്നുള്ള അവതാരം വന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ഭഗവാന്റെ മറ്റു അവതാരങ്ങളെ കുറിച്ച് യാതൊരു അറിവും കിട്ടത്തില്ലായിരുന്നു. For example, if there is no incarnation of Matsya or Kurma or Parasuram, that other incarnations we can learn and then we can do our bhakti. If we don't know about Matsya or Kurma or Varaha, no problem. We can just know Rama, Krishna and do our bhakti. യഥാർത്ഥത്തിൽ നമുക്ക് മത്സ്യകൂർമ്മ അവതാരങ്ങളെ കുറിച്ച് അറിവില്ല എങ്കിൽ കൂടിയും നമുക്ക് രാമകൃഷ്ണനെ കുറിച്ചുള്ള അറിവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. Like this, if somebody doesn't know Rama or Krishna, no problem. He can worship only Varahadev and attain bhakti. ഇനി അഥവാ രാമനെ കൃഷ്ണനെ കുറിച്ച് അറിവില്ല എങ്കിൽ വരാഹദേവനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. But if Vyasadeva did not come, we will not know any of these incarnations. എന്നാൽ വ്യാസദേവൻ അവതരിച്ചില്ലായിരുന്നു എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ യാതൊരു അവതാരങ്ങളെ കുറിച്ചും ഒരു അറിവ് കിട്ടത്തില്ലായിരുന്നു. So there is no Vedic culture and there is no Bhagavatam, there is no Bhagavad Gita, there is nothing, there is no temples, nothing. അങ്ങനെ വ്യാസദേവൻ അവതരിച്ചില്ല എങ്കിൽ നമുക്ക് ഭാഗവത കൾച്ചർ സംസ്കാരം നമുക്ക് കിട്ടത്തില്ലായിരുന്നു, ഭഗവത്ഗീത കിട്ടത്തില്ലായിരുന്നു, ഭാഗവതം കിട്ടത്തില്ലായിരുന്നു, ക്ഷേത്രങ്ങൾ കിട്ടത്തില്ലായിരുന്നു, അതിനെക്കുറിച്ച് ഒരു അറിവ് നമുക്ക് കിട്ടത്തില്ലായിരുന്നു. So if somebody asks who is the fulcrum of Sanatana Dharma, who is the axis, then we can close our eyes and say it is Vyasadeva. ആരാണ് ഈ സനാതന ധർമ്മത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് കണ്ണടച്ചുകൊണ്ട് പറയാം തീർച്ചയായിട്ടും അത് വ്യാസദേവനാണെന്ന്. Yeah, but unfortunately, if you ask somebody who is the basis of Sanatana Dharma,
they will say Krishna, Rama, Parasuram. That's fine. That's good. But the actual root is Vyasadeva. എന്നാൽ നമ്മൾ ഈ ചോദ്യം ആരുടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആരാണ് സനാതനധർമ്മത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും കൃഷ്ണനാണ്, രാമനാണെന്നൊക്കെ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വ്യാസദേവനാണ് ഇതിന്റെയൊക്കെ ഉപജ്ഞാതാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. So he did so much, and whenever God comes, God actually performs Leela with his power, with his rich, with his knowledge. നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവാൻ ഇവിടെ അവതരിച്ച് അദ്ദേഹത്തിന്റെ അറിവിലൂടെയും അദ്ദേഹത്തിന്റെ സമ്പത്തിലൂടെയും ഒക്കെ ഉള്ള ലീലകൾ കാണിച്ചിട്ടുണ്ട്. And majority, the incarnations which are very famous are the incarnations where he showed his tremendous power. നമ്മൾ ഈ അവതാരങ്ങളെ നോക്കുമ്പോൾ ഭഗവാന്റെ ഒരുപാട് അഹേതുകമായ ശക്തികളെ കൂടെ പ്രകടനം ഭഗവാൻ കാണിച്ചിട്ടുണ്ട്. And even in movies, we can see mass hero gets maximum fans. നമുക്ക് ഈവൻ സിനിമയിൽ കാണാൻ കഴിയും നല്ല രീതിയിലുള്ള ഹീറോസിന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരിക്കും. When the hero enters, there is big background music. Actually, he will hit one guy and everything will fly. And you see fire everywhere. And one intro song will be there. Only such things people like. ഈ സിനിമയിൽ നമ്മൾ നോക്കിയിട്ടില്ലേ, നമ്മൾ ഹീറോ അവതരിക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവും, ഒരുപാട് ഫയർ തീപ്പൊരി ഉണ്ടാവും, ആൾക്കാരെ അടിക്കും, കുറെ കാര്യങ്ങളൊക്കെ പ്രകടനമൊക്കെ നടത്തി ഒരു ഗംഭീര ഒരു പ്രദർശനത്തോടുകൂടിയാണ് ഹീറോ അവിടെ ആവിർഭവിക്കുന്നത്. So such incarnations are Narasimha, Parasuram, where he showed extraordinary power and huge fighting. The way he appeared was very powerful. ഇങ്ങനെ നരസിംഹദേവന്റെ ഒക്കെ ഉള്ള ഈ അവതാരങ്ങൾ നോക്കുമ്പോഴും ഇതേപോലത്തെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അവതരണമാണ് ഭഗവാൻ കാഴ്ചവെച്ചിരിക്കുന്നത്. But Vyasadeva is very humble and he comes very normally, so people ignore him. എന്നാല് ആ ഒരു ആഡംബരത്തോടു കൂടി അല്ലാതെ അവതരിച്ച വ്യാസദേവനെ ആൾക്കാര് ശരിക്കും പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല, ഒഴിവാക്കുന്ന രീതിയിലാണ് പെരുമാറുന്നത്. But the maximum benefit is given by Vyasadeva. എന്നാൽ യഥാർത്ഥത്തിൽ കൂടുതൽ പ്രയോജനമുള്ള കാര്യങ്ങളെല്ലാം നൽകിയത് തീർച്ചയായിട്ടും വ്യാസദേവൻ തന്നെയാണ്. And he has the same power as Jamadagnya, he has the same power as Narasimha, he has the same power as Rama, but he did not show it. ജമദഗ്നെ പോലെയും നരസിംഹദേവനെ പോലെയും രാമനെ പോലെയുമുള്ള സെയിം പവർ തീർച്ചയായിട്ടും വ്യാസദേവന് ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം അതൊന്നും വെളിയിലോട്ട് പുറത്ത് കാണിച്ചിട്ടില്ല. Yeah, he exhibited his power of knowledge. അദ്ദേഹത്തിന്റെ നോളജ് ആകുന്ന ശക്തിയെ മാത്രം ഈ ലോകത്തിനെ കാണിച്ചു കൊടുത്തു. There are other incarnations also who exhibited knowledge. എന്നാൽ ഇതുപോലെ മറ്റുള്ള ചില അവതാരങ്ങളും അറിവാകുന്ന ശക്തിയെ പ്രകടനം ചെയ്തിട്ടുണ്ട്. That is Dattatreya. ഒന്ന് ദത്തോത്രേയനാണ്. And Kapiladeva. കപിലദേവനും അങ്ങനെ തന്നെ. And in Lord Krishna also he gave Upadesha like Uddhava Gita, Bhagavad Gita and all. അതേപോലെ ഭഗവാൻ ശ്രീകൃഷ്ണനും ജ്ഞാനത്തിലൂടെയുള്ള ശക്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഉദ്ധവഗീതയിലൂടെയും ഭഗവത്ഗീതയിലൂടെയും. But again, Vyasadeva is special because all these teachings were given to us only through Vyasadeva. എന്നാൽ വ്യാസദേവൻ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. കാരണം ഈ പറഞ്ഞ എല്ലാ അറിവുകളും വ്യാസദേവനിലൂടെയാണ് ലോകത്തിന് കിട്ടിയിട്ടുള്ളത്. Yeah, because Krishna did not write and Kapiladeva did not write, Dattatreya did not write anything. കാരണം എന്തെന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ എഴുതിയിട്ടില്ല, ദത്തോത്രേയൻ എഴുതിയിട്ടില്ല, കപിലദേവനും എഴുതിയിട്ടില്ലല്ലോ. And only Vyasadeva thought, how I can benefit all these living entities. So first he divided the Vedas from 1 to 4. നോക്കുകയാണെങ്കിൽ വ്യാസദേവൻ വളരെ ഗഹനമായി ആലോചിച്ചു എങ്ങനെ ഈ ലോകത്തിന് നന്മ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി ഇതിനെ എഴുതാൻ തീരുമാനിച്ചു. And again, to learn the Vedas, one should undergo lot of tapasya, penance, and one should have the proper samskaras. യഥാർത്ഥത്തിൽ വേദങ്ങളെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അയാൾക്ക് നല്ല സംസ്കാരം ഉണ്ടായിരിക്കണം, തപസ്സുണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വേദങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. But we see that the samskaras, the rituals that are also slowly declining in Kali Yuga. യഥാർത്ഥത്തിൽ കലിയുഗത്തിൽ ഈ പറഞ്ഞ തപശക്തിക്കും ഇതുപോലത്തെ സംസ്കാരത്തിനൊക്കെ മൂല്യച്യുതി ഉണ്ടാകുന്നതാണ്. And our body also is becoming weak in every age. നമ്മുടെ ശരീരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഓരോ വയസ്സ് കൂടുന്തോറും നമ്മുടെ ശരീരം ക്ഷയിച്ചുകൊണ്ടേ വരും. In Satya Yuga, people were called as Astigata Prana. സത്യയുഗത്തിൽ അസ്ഥിഗത പ്രാണ എന്നാണ് ആൾക്കാരെ പറയുന്നത്. That means till bones are there, a person will be alive. കാരണം എന്തെന്നാൽ നമുക്ക് എല്ല് മാത്രം ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് ജീവിക്കാൻ കഴിയും സത്യയുഗത്തിൽ. That's why Hiranyakasipu performed penances. All his body was eaten, bones were there, still he was alive. കാരണം എന്തെന്നാൽ സത്യയുഗത്തിൽ ഹിരണ്യകശിപു നല്ല രീതിയിലുള്ള തപസ് കൊണ്ട് ശരീരത്തിലുള്ള സകല മാംസങ്ങളും പോയിട്ട് കൂടി എല്ല് മാത്രം ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞു. And
it slowly degraded in Treta Yuga. People became Mamsagata Prana. Mamsagata Prana means as long as flesh is there, he will be alive. എന്നാൽ തൊട്ടടുത്ത യുഗമായ ത്രേതായുഗത്തിൽ ആൾക്കാർ മാംസഗത പ്രാണനായി മാറി. കാരണം എന്തെന്നാൽ മാംസം ഉണ്ട് എങ്കിൽ ജീവൻ നിലനിർത്താൻ കഴിയും എന്നുള്ള നിലയിലേക്ക് വന്നു. And it further degraded in Treta Yuga. People were called as Rudiragata Prana. As long as blood is there, he will survive. തൊട്ടടുത്ത യുഗത്തിൽ ആൾക്കാർ രുദ്രകര പ്രാണ എന്നുള്ള നിലയിലേക്ക് വന്നു. കാരണം ശരീരത്തിനകത്ത് രക്തമുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ള നിലയിലായി. And in Kali Yuga, it further degraded. In Kali Yuga, we are called Annagata Prana. കലിയുഗത്തിൽ ആൾക്കാർ വീണ്ടും താഴോട്ട് വന്നു. കലിയുഗത്തിലെ ആൾക്കാരെ പറയുന്നത് അന്നഗത പ്രാണൻ എന്നാണ്. As long as we regularly take food, we are alive. Otherwise, we'll collapse. നമ്മൾ റെഗുലർ ആയിട്ട് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ താഴോട്ട് പോകും. This is till 20 years back. യഥാർത്ഥത്തിൽ ഈ അവസ്ഥ 20 വർഷം മുമ്പ് വരെ കറക്റ്റ് ആയിരുന്നു. In these last 20 years, we are Twitter Gata Prana, WhatsApp Gata Prana, Facebook Gata Prana, smartphone Gata Prana. എന്നാല് 20 വർഷത്തിന് ഇപ്പുറത്ത് നമ്മള് ഫേസ്ബുക്ക് ഗതപ്രാണ, വാട്സപ്പ് ഗതപ്രാണ, ട്വിറ്റർ ഗതപ്രാണ എന്നിങ്ങനെ നമ്മൾ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. For 3 hours, 4 hours, if the phone is taken away, actually my hands will shiver. 3-4 മണിക്കൂർ മൊബൈലിനെ തൊടാൻ കഴിഞ്ഞില്ലെങ്കിൽ കൈ വിറയ്ക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. And Padmanabha Swami, they are taking the phone away in the cloakroom. പത്മനാഭ ക്ഷേത്രത്തിൽ ദർശനം എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ച് ക്ലോക്ക് റൂമിൽ വെച്ചേക്കും. My hands become shiver. I just scratch the pillar. I scratch the feedback. I'm not able to chant by scratch. അങ്ങനെ എനിക്ക് ക്ഷേത്രത്തിനകത്ത് കയറിയപ്പോൾ കൈ വിറയ്ക്കുന്നു. ഞാൻ അത് എവിടെയൊക്കെ തൊടുകയും ഒരുക്കുകയൊക്കെ ചെയ്താണ് അതിനെ നിയന്ത്രിച്ചത്. Yeah. So then, and my wife says, you are like a zamindar in olden days, sitting in that swing, and they will have that beetle leaves, and then the tsunami. Like that, you are just doing tsunami. You're doing tsunami with your mobile. ഭാര്യ പറയാറുണ്ട്, താങ്കൾ പൂർവ്വജന്മത്തിൽ ഒരു ജമീന്ദാരായിരുന്നു. കാരണം നമ്മള് ഈ പാക്ക് ഒരു ജോലിയില്ലാതെ വെറുതെ ഇരുന്ന് ജമീന്ദാർ ഈ കയ്യില് വെറ്റ എടുത്ത് ഇങ്ങനെ ചുരണ്ടുന്ന ശീലം, ചുണ്ണാമ്പൊക്കെ പുരട്ടുന്ന ശീലം നിങ്ങൾക്ക് പണ്ടേ ഉണ്ട്. അതാണ് ഇപ്പോഴും നിങ്ങൾ മൊബൈലിൽ ചുരണ്ടെന്ന് പറയും. So that is our situation. So no samskara. ഇതാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് സംസ്കാരം ഇല്ലാതായിരിക്കുന്നു. So Vyasadeva thought, so these people will not even read Bhagavatam without mobile. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭാഗവതം മൊബൈൽ ഇല്ലാതെ വായിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. Maharaj always shouts at me, man, you are throwing the book and having mobile, nothing here, everything in your mobile, throw the mobile. He said, take the book. മഹാരാജ് ഞാൻ ഇങ്ങനെ മൊബൈൽ എടുത്ത് ഭാഗവതം വായിക്കുന്നത് കണ്ടപ്പോൾ മഹാരാജ് വഴക്ക് പറയുമായിരുന്നു, നിങ്ങളുടെ ബുക്കിൽ മാത്രമേ മൊബൈലിൽ മാത്രമേ എല്ലാം ഉള്ള, നിന്റെ തലയിലൊന്നും ഇല്ല, അതുകൊണ്ട് മൊബൈൽ എടുത്ത് കളഞ്ഞിട്ട് ഭാഗവതം പുസ്തക രൂപത്തിലുള്ള ഭാഗവതം എടുക്കൂ എന്ന് മഹാരാജ് പറയും. So Vyasadeva thought these people will degrade. So the Vedas also they cannot read. So he thought, I will compile the Mahabharata. വ്യാസദേവൻ ചിന്തിച്ചു, ആൾക്കാർക്ക് ബുദ്ധിയില്ല, താഴോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു, അതുകൊണ്ട് ഇവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് എന്തായാലും ഞാൻ മഹാഭാരതം എഴുതാമെന്ന് തീരുമാനിച്ചു. And Mahabharata is basically the conflict between the Kauravas and Pandavas. യഥാർത്ഥത്തിൽ മഹാഭാരതം എന്ന് പറയുന്നത് കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും തമ്മിലടിയെ കുറിച്ചാണ് പറയുന്നത്. So why did he choose a conflict subject for Mahabharata? എന്തിനാണ് വ്യാസദേവൻ തമ്മിലടിയാകുന്ന ഒരു വിഷയത്തിനെ മഹാഭാരതത്തിന്റെ പ്രതിപാദ്യ വിഷയമായി സെലക്ട് ചെയ്യാൻ കാരണം എന്താണ്? In Kali Yuga, our nature is when some fight goes on, immediately we'll go and see what is going on there. എന്തുകൊണ്ടെന്നാൽ കലിയുഗത്തിലെ ആൾക്കാരുടെ സ്വഭാവം അനുസരിച്ച് എവിടെയെങ്കിലും അടി നടന്നാൽ നമ്മൾ ഉടനെ പോയി എത്തി നോക്കും. But if some Veda Parayan or some chanting or bhajan goes on, we'll know, okay, bhajan is going on, we'll go this way. എന്നാൽ നമ്മൾ വേദപാരായണമോ ഭജനമോ അതുപോലത്തെ ദൈവികമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഏരിയയിലേക്ക് എത്തി നോക്കത്തില്ല, നമ്മൾ പൊക്കളയും. But if fight happens, then sir, what is going on? Who is fighting and what are all the two parties? എന്നാൽ ഒരു അടിപിടി നടക്കുകയാണെങ്കിൽ ഉടനെ നമ്മൾ എത്തി നോക്കുക, ആരൊക്കെയാണ് അടി കൂടുന്നത്, എന്താണ് വിഷയം എന്നതിനെ കുറിച്ചൊക്കെ നമ്മളൊരു ചിന്ത, നമ്മൾ പരിചിന്തന നടത്തുന്നതാണ്. And I have personal experience. I attended one marriage. That marriage, they told Rukmini Kalyanam in the reception. The story was given. Yeah. യഥാർത്ഥത്തിൽ ഞാൻ ഇതേപോലെ അനുഭവം ഉണ്ടായി. ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ രുക്മിണി സ്വയംവരം എന്നതിനെ കുറിച്ചുള്ള ഒരു വിഷയത്തിലേക്ക് അവിടെ ചർച്ച നടന്നിരുന്നു. He was giving class, and then the Sita Kalyanam also he touched. അവിടെ ഒരു ക്ലാസ് നടക്കുകയാണ്. ആ കല്യാണത്തില് രുക്മിണി സ്വയംവരത്തിനെ കുറിച്ചും സീതാ സ്വയംവരത്തിനെ കുറിച്ചും അവിടെ ക്ലാസ് നടക്കുകയാണ്.
And after attending the marriage, I came back and my neighbor, he couldn't make it for the marriage. He asked, how was the marriage? അപ്പോൾ ഞാൻ ആ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ എന്റെ വീട്ടിനടുത്തുള്ള അയൽക്കാരൻ എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം എന്ന് എന്നോട് അന്വേഷിച്ചു. And actually, I told him marriage was good, and he gave a beautiful class on Sita Kalyanam, Sita and Rukmini marriage, and so he told very nice points. എന്നിട്ട് ഞാൻ പറഞ്ഞു നല്ലൊരു കല്യാണമായിരുന്നു, കാരണം വ്യത്യസ്തമായി ആ കല്യാണത്തിന്റെ ഇടയിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ സീതാ കല്യാണത്തിനെ കുറിച്ചും രുക്മിണി സൗകര്യത്തിനെ കുറിച്ചൊക്കെ നല്ലൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് നല്ല പോയിന്റ്സ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. And that person was reading newspaper. He said, okay, fine. അയൽക്കാരൻ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരുന്നു. ശരി എന്ന് പറഞ്ഞു വിട്ടുള്ള. Then I told the food was good and everything was one by one I was telling. എന്നിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാൻ തുടങ്ങി. ആഹാരം കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോ വിശേഷങ്ങൾ പതുക്കെ ഞാൻ പറയാൻ തുടങ്ങി. But he didn't show interest. He was saying, okay. അപ്പൊ എല്ലാം ഒരു വലിയ ശ്രദ്ധയില്ലാത്ത രീതിയിൽ ശരി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. Then actually I naturally told, not intentionally, I naturally told that, suddenly there was a big fight between the girl's uncle and the boy's father. ഉടനെ ഞാൻ നാച്ചുറലായിട്ട് ഞാൻ പറഞ്ഞു അവിടെ നടന്ന സംഭവമായിട്ട് പെണ്ണിന്റെ അച്ഛനും പയ്യന്റെ മാമനുമായിട്ട് ചെറിയൊരു അടി ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ Suddenly he put, tell me what happened. ഉടനെ ന്യൂസ് പേപ്പർ മടക്കി വെച്ചിട്ട് പറ എന്താ സംഭവിച്ചെന്ന് പറയാൻ തുടങ്ങി. So always fight and conflict will attract us. കണ്ടില്ലേ, ഇതുപോലെ എപ്പോഴും അടിപിടിയും അക്രമങ്ങളും ഇതൊക്കെ നമ്മുടെ ശ്രദ്ധ നല്ല രീതിയിൽ എടുക്കും. So Vyasadeva thought, okay, I will give conflict between Pandavas and Kauravas, and in that I will keep the pastime of Lord Krishna, and I will keep the pastime of the Pandavas. I will talk about Narsimha, I will talk about Kapila, Dattatreya, everything in Mahabharata. അതുകൊണ്ട് വ്യാസദേവൻ മനസ്സിലാക്കി നമ്മുടെ ഈ കുറവുകളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു തമ്മിലടിയെ കുറിച്ചുള്ള ഒരു പ്രതിപാദ്യ വിഷയമായ പാണ്ഡവ കൗരവ അടി മുൻനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ ഇടയിലൂടെ ശ്രീകൃഷ്ണ ചരിതങ്ങളും ദത്തോത്രയ കാര്യങ്ങളും മറ്റുള്ള നരസിംഹ ലീലകളും എല്ലാം ഇതിന്റെ ഇടയിലൂടെ പറഞ്ഞ് ഞാൻ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് വ്യാസദേവൻ തീരുമാനിച്ചു. So, and he also decided, I will give all the essence of Vedanta and the essence of the Upanishads in this great Mahabharata. അങ്ങനെ വ്യാസദേവൻ തീരുമാനിച്ചു മഹാഭാരതത്തിൽ തന്നെ എല്ലാ ഉപനിഷത്തുകളുടെയും എല്ലാ വേദങ്ങളുടെയും സാരാംശം ഉൾക്കൊള്ളിക്കാം എന്ന് തീരുമാനിച്ചു. So, and there is a nice sloka related to this Mahabharata. I will say that sloka, Prabhu, and you can just translate the meaning. Okay. മഹാഭാരതവുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായ ഒരു ശ്ലോകമുണ്ട്. പ്രഭു ആ ശ്ലോകം പറയും, അതിനർത്ഥം എന്നോട് പറയാൻ പറഞ്ഞു. Matimantanam avishya yenaso sruti sagaraha jagat hitaya janitaha Mahabharata chandramaha. So, Matimantanam avishya. So, Vyasadeva churned the ocean of the Vedas, Sruti sagaraha. Yeah, so he churned the ocean of the Vedas with his mati as the what do you call it? Matu. Karigol, yes. വേദവ്യാസൻ യഥാർത്ഥത്തിൽ ചെയ്തത് കടൽ പോലെയുള്ള വേദത്തിനെ കടക്കോൽ കൊണ്ട് കടയുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ബുദ്ധിയാകുന്ന കടക്കോൽ കൊണ്ട് കടഞ്ഞെടുക്കുകയാണ് ചെയ്തത്. So the Devas and Asuras, they churned the ocean of milk to get nectar. യഥാർത്ഥത്തിൽ ദേവാസുരന്മാര് പാലാഴി മദനം ചെയ്തത് അവർക്ക് അമൃത് കിട്ടാൻ വേണ്ടിയാണ്. And they did for their personal benefit. യഥാർത്ഥത്തിൽ അവരത് ചെയ്തത് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. But Vyasadeva churned the ocean of Vedas, Jagat Hitaya, for the benefit of the world. എന്നാൽ വ്യാസദേവൻ ഈ സമുദ്രമാകുന്ന വേദത്തിനെ സ്വന്തം ബുദ്ധി കൊണ്ട് കടഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, ജഗത് ഹിതായ ലോക നന്മയ്ക്ക് വേണ്ടിയാണ്. So when they churned the ocean of milk, the moon came. The moon came from the ocean. അങ്ങനെ പാലാഴി മദനം ചെയ്ത സമയത്ത് ചന്ദ്രൻ അതിൽ നിന്ന് ഉദ്ഭവിച്ചു. And the moon was taken by the great Vaishnava Lord Shiva. അങ്ങനെ ആ ചന്ദ്രനെ ഏറ്റവും വലിയ വൈഷ്ണവനായ ശിവഭഗവാൻ എടുത്തുകൊണ്ട് പോയി. He became Chandrasekhara. അങ്ങനെ അദ്ദേഹം ചന്ദ്രശേഖരനായി മാറി. But here, when he churned, Vyasadeva churned the ocean of the Vedas, a new moon called Mahabharata, it appeared. എന്നാൽ ഇവിടെ വേദത്തിനെ ആകുന്ന സമുദ്രത്തിനെ വ്യാസദേവൻ കടഞ്ഞപ്പോൾ അവിടെ ഒരു പുതിയ ചന്ദ്രൻ ആവിർഭവിച്ചു. അതാണ് മഹാഭാരതം. And that Mahabharata, all of us can take in our heads. ആ മഹാഭാരതം നമ്മൾ ഓരോരുത്തരും നമ്മുടെ തലയിൽ എടുത്ത് ചുമക്കേണ്ടതാണ്. So, and Mahabharata also, it has got 1,00,000 slokas. യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൽ 1,00,000 ശ്ലോകങ്ങളുണ്ട്. And so, Lord Krishna gave the Bhagavad Gita, which is
the summary of the Mahabharata. അങ്ങനെ മഹാഭാരതത്തില് ഏറ്റവും അതിന്റെ സാരാംശം എന്നുള്ള രീതിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയും മഹാഭാരതത്തിലൂടെ നമുക്ക് നൽകി. So now there is another beautiful sloka explaining the glory of Gita and Mahabharata. മറ്റൊരു മനോഹരമായ ശ്ലോകം മഹാഭാരതത്തിനെ കുറിച്ചും ഭഗവത്ഗീതയെ കുറിച്ചും പറയുന്നുണ്ട്. Gita, Ganga, Gayatri, Govinda, Yasyaste Hridaye Sada, Chatur Gagara Samyuktaha Punarjanmana Vidyate. And that means there are 4 G's. Gita. ഈ ശ്ലോകത്തിൽ പറയുന്ന പോലെ യഥാർത്ഥത്തിൽ 4 G ഉണ്ട്. 4 Gita. 4 തരം ഗീതകളുണ്ട്. Gita, Gayatri. 1 ഗീത, 2 ഗായത്രി. 3rd is Govinda. 3 ഗോവിന്ദൻ. And Gita, Govinda, Gayatri, Ganga. Yeah. മറ്റൊന്ന് ഗംഗയാണ്. അങ്ങനെ 4 G ഉണ്ട്. And one who gets all this, ആരാണോ ഈ 4 എണ്ണം എടുക്കുന്നത്? Chatur Gakara Samyuktaha. Chatur Gakara, 4 G's. ഈ ചതുർ ഗ്രഹാര എന്നുള്ള രീതിയിൽ ഈ 4 G ആരാണോ എടുക്കുന്നത്? Punarjanmana Vidyate, no rebirth for him. അവർക്ക് പിന്നെ പുനർജന്മമില്ല. So if you get this 4 G, നിങ്ങൾക്ക് ഈ 4 G കിട്ടുകയാണെങ്കിൽ you will get the 5th G, which is Goloka. എങ്കിൽ നിങ്ങൾക്ക് 5ാമത്തെ ഒരു G കിട്ടും, അതാണ് ഗോലോകം. So this is our spiritual 4G and spiritual 5G. ഇതാണ് നമ്മുടെ ആധ്യാത്മികമായ 5G, അല്ലാതെ ഇപ്പോഴത്തെ 5G അല്ല. And actually our 4G 5G network, we don't get signal in some places. ഇവിടത്തെ ഭൗതിക ലോകത്തിലുള്ള 4G 5Gയിലേക്ക് ഈവൻ ഭൗതിക ലോകത്ത് പോലും ചില സ്ഥലത്ത് സിഗ്നൽ കിട്ടത്തില്ല. But this spiritual 4G, the signal is everywhere. എന്നാൽ ഈ സ്പിരിച്വൽ 4Gയിൽ എല്ലായിടത്തും സിഗ്നൽ കിട്ടുന്നതാണ്. So, and this Gita came to us because of the Mahabharata, and Mahabharata was a great blessing on humanity by Vyasdeva. ഗീത നമുക്ക് കിട്ടിയത് മഹാഭാരതത്തിലൂടെയാണ്. എന്നാൽ ഈ മഹാഭാരതം എന്ന് പറയുന്നത് വ്യാസദേവന്റെ അപാര കൃപ മാത്രമാണ്. So that's why, like we celebrate the spiritual master's appearance day as Vyas Puja. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആധ്യാത്മിക ഗുരുവിന്റെ ബർത്ത്ഡേ എന്ന് പറയുന്ന ജന്മദിനം വ്യാസപൂജയായിട്ട് ആഘോഷിക്കുന്നത്. It is not Kurma Puja, it is not Parasuram Puja, it is not Krishna Puja. ഇത് ഒരിക്കലും കൂർമ്മ പൂജയോ പരശുരാം പൂജയോ കൃഷ്ണപൂജയോ ഒന്നും അല്ല, വ്യാസപൂജയാണ്. Vyas Puja, and where the spiritual master sits, that is Vyasa Asana. എവിടെയാണോ നമ്മുടെ സ്പിരിച്വൽ മാസ്റ്റർ ഇരിക്കുന്നത് അതിന് വ്യാസാസനം എന്നാണ് പറയുന്നത്. And when Lord Narasimha destroyed Hiranyakasipu, and after killing him, and Lord Narasimha sat in the throne of Hiranyakasipu. After killing Hiranyakasipu, wherever the throne, the seat that Hiranyakasipu was sitting, Lord Narasimha went and sat there. ഓക്കെ നരസിംഹലീല നമ്മൾ നോക്കുമ്പോൾ നരസിംഹദേവൻ ഹിരണ്യകശിപുവിനെ വധിച്ചതിന് ശേഷം ഹിരണ്യകശിപു എവിടെയാണ് ഇരുന്നത് അവിടെയാണ് പോയിരുന്നത്. And that seat became Singhasan because the original Singha Narasimha sat. അതോടുകൂടി ആ സീറ്റിനെ സിംഹാസനം എന്ന് പറയാൻ തുടങ്ങി. കാരണം ഒറിജിനൽ നരസിംഹം അതിനകത്ത് ഇരുന്നല്ലോ. And after that they started putting the lion and in the seat itself. Yeah, the lion. അതിനുശേഷമാണ് ഈ സിംഹാസനത്തിന്റെ കൈപ്പിടികളിൽ നരസിംഹത്തിന്റെ പടം വയ്ക്കുന്നത്. And in that Simhasan the kings are sitting. അങ്ങനെയുള്ള സിംഹാസനങ്ങളിലാണ് രാജാക്കന്മാർ ഇരിക്കുന്നത്. But even that king cannot sit on Vyasasana. എന്നാൽ ആ രാജാവിന് പോലും വ്യാസാസനത്തിലിരിക്കാൻ അധികാരമില്ല. Sometimes a rishi or a spiritual master can temporarily sit in the Simhasan and rule the country. എന്നാൽ ചില സമയത്ത് ചില ഋഷിമാര് ആ സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കാൻ ചില താൽക്കാലികമായ രീതിയിൽ ശ്രമിക്കാറുണ്ട്. But king will never come to the Vyasasana. എന്നാൽ തിരിച്ച് ഒരിക്കലും രാജാവ് ഋഷിവരന്മാരിരിക്കുന്ന വ്യാസനത്തിൽ ഇരിക്കാറേ ഇല്ല. So that is the glory of Vyasadeva. അത്രയ്ക്കും വലുതാണ് വ്യാസസനം. അതാണ് വ്യാസദേവന്റെ ഗ്ലോറി. So, and that's why actually in everyday Bhagavatam class we first salute Vyasadeva and then we start our reading. അങ്ങനെ എല്ലാ ഭാഗവതം ക്ലാസ് നമ്മൾ എടുത്തു പോയി നോക്കിക്കോളൂ. നമ്മൾ എല്ലാവരും വ്യാസദേവനെ നമസ്കരിക്കും, എന്നിട്ടാണ് നമ്മൾ ഭാഗവതത്തിലേക്ക് വായനയ്ക്ക് പോകുന്നത്. And he gave Mahabharata and also he gave us the 18 Puranas. അദ്ദേഹം മഹാഭാരതം നമുക്ക് കരുണയാൽ നൽകി, അതുപോലെ തന്നെ 18 പുരാണങ്ങളും. And apart from that he gave 18 Upa Puranas. അങ്ങനെ ഇതല്ലാതെ 18 ഉപപുരാണങ്ങളും അദ്ദേഹം നമുക്ക് നൽകി. So, and to understand all these things he gave the spotless Purana Bhagavatam.
ഇത് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഭഗവാൻ ഭാഗവത പുരാണവും നൽകി. So Bhagavata Purana, it explains all the Vedas, it gives the meaning of Mahabharata, and it gives the meaning of Vedanta Sutra. അങ്ങനെ ശ്രീമദ് ഭാഗവതത്തിൽ മഹാഭാരതത്തിലെ തത്വങ്ങളുമുണ്ട്, വേദങ്ങളുടെ തത്വങ്ങളുമുണ്ട്, മറ്റുള്ള എല്ലാ പുരാണങ്ങളുടെ തത്വങ്ങളും ഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. So Madhvacharya, he quotes one verse from the Garuda Purana explaining the glory of Bhagavatam. മധ്വാചാര്യർ ഗരുഡ പുരാണത്തിൽ നിന്നും ഭാഗവതത്തിന്റെ മനോഹരമായ പുകഴ്ത്തലുകളെ കുറിച്ച് ഒരു ശ്ലോകം പറയുന്നുണ്ട്. Arthoyam, I'll read the sloka, Prabhu. Translation you can translate. Arthoyam Brahma Sutranam Bharadartha Vinirnayaha Gayatri Bhashya Ruposau Vedartha Paribramhitaha Purananam Sara Rupaha Sakshat Bhagavato Uditaha. So Arthoyam Brahma Sutranam, Bhagavatam gives the meaning of the Vedanta Sutra. ഭാഗവത യഥാർത്ഥത്തിൽ വേദാന്ത സൂത്രത്തിന്റെ അർത്ഥമാണ് നൽകുന്നത്. And it also explains the meaning of Mahabharata. അതുപോലെ അത് മഹാഭാരതത്തിന്റെ എല്ലാ കാര്യങ്ങളും അതിലൂടെ പറയുന്നു. And it gives the meaning of Gayatri Mantra. അതേപോലെ ഗായത്രി മന്ത്രത്തിന്റെ അർത്ഥവും അതിലൂടെ പറയുന്നു. And it also gives the meaning of all the Vedas. അതേപോലെ എല്ലാ വേദങ്ങളുടെ അർത്ഥവും ഭാഗവത്തിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. And it gives the essence of all the remaining 17 Puranas. അതുപോലെ മറ്റു 17 പുരാണങ്ങളുടെ അർത്ഥവും അതിന്റെ വ്യാപ്തിയും എല്ലാം ഭാഗവത്തിലൂടെ നമുക്ക് ദർശിക്കാൻ കഴിയും. So this Bhagavatam was given by Vyasdev after giving Mahabharata. അങ്ങനെ വ്യാസദേവൻ ഭാഗവതം നൽകിയത് മഹാഭാരതത്തിന് ശേഷമായിരുന്നു. So I told that when he churned the ocean of Vedas, the Mahabharata came as the moon. ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹം വേദങ്ങളാകുന്ന സമുദ്രത്തിനെ മഥനം ചെയ്തപ്പോൾ അതിൽ നിന്ന് ഉത്ഭവിച്ച ചന്ദ്രനാണ് മഹാഭാരതം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. And when they churned the ocean of milk, moon came, and finally nectar came. എന്നാൽ എപ്പോഴാണോ ചന്ദ്രൻ വന്നത് അതിനുശേഷം വന്നതാണ് അമൃത്. Like that, he churned the ocean of the Vedas, and after giving the moon Mahabharata, he gave the nectar Bhagavatam. അതേപോലെ അദ്ദേഹം വേദമാകുന്ന കടലിനെ കടഞ്ഞ് ആദ്യം നമുക്ക് മഹാഭാരതമാകുന്ന ചന്ദ്രനെ നൽകുകയും എന്നാൽ പിന്നെ അമൃതായ ശ്രീമദ് ഭാഗവതം നൽകുകയും ചെയ്തു. And he thought that even though he gave Bhagavatam, we will not study. അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു നമ്മൾ ഭാഗവതം നൽകിയാലും നമ്മൾ അത് പഠിക്കത്തില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. Actually, my personal experience, I put one software called Digital Wellbeing in my mobile. ഞാൻ എന്റെ മൊബൈലിലെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, ഡിജിറ്റൽ വെൽബീയിങ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു. It will give every day how much time we spend on Facebook, WhatsApp, and other YouTube. അതിൽ നമുക്ക് ഇൻഫർമേഷൻ തരും നമ്മൾ എത്ര സമയം വാട്സപ്പിലേക്കും ഫേസ്ബുക്കിലേക്കും ഒക്കെ നമ്മൾ ചെലവാക്കി എന്നുള്ള വിവരം അത് നമുക്ക് തരും, ആ ആപ്പ് തരും. Every day I see the time I read Bhagavatam is always lesser than this 3. എന്നാൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ ഭാഗവതം വായിച്ചത് കണക്ക് നോക്കുമ്പോൾ ഞാൻ ബാക്കി 2 ഫേസ്ബുക്കും വാട്സപ്പും ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ച് സമയം ഞാൻ ഭാഗവതം വായിക്കുന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. So this is a Kaliyuga situation. ഇതാണ് കലിയുഗത്തിലെ അവസ്ഥ. So Vyasdeva thought, even if I give Bhagavatam, people will not read. അതുകൊണ്ട് വ്യാസദേവൻ മനസ്സിലാക്കി ഞാൻ ഭാഗവതം നൽകിയാൽ കൂടി ആൾക്കാർ ഇതൊന്നും വായിക്കത്തില്ല എന്ന് വ്യാസദേവൻ മനസ്സിലാക്കി. So he gave his own son Sukadeva Goswami to the world to preach Bhagavatam. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തം പുത്രനായ സുഖദേവ ഗോസ്വാമിയെ ഈ ലോകത്തിലേക്ക് സംഭാവന ചെയ്തു ഭാഗവതം പ്രചരിപ്പിക്കുവാൻ വേണ്ടി. See, we all have children, so that thinking that in old age they will take care of us. നമുക്കും മക്കളുണ്ട്, നമ്മൾ വിചാരിക്കുന്നു ഇവർ നമ്മുടെ വയസ്സാം കാലത്ത് നമ്മളെ സംരക്ഷിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. God doesn't need children. എന്നാൽ ഭഗവാന് മക്കൾ ആവശ്യമില്ല. They are all his children. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഭഗവാന്റെ തന്നെ സന്തതികളാണ്. But still Vyasdev got married and he manifested Sukadeva Goswami only for our benefit. എന്നിട്ട് കൂടി വ്യാസദേവൻ കല്യാണം കഴിക്കുകയും അദ്ദേഹത്തിന് സുഖദേവ ഗോസ്വാമിയെ പോലെ പുത്രനെ ഉണ്ടാക്കുകയും അത് നമുക്ക് വേണ്ടി അദ്ദേഹം സംഭാവന ചെയ്യുകയും ചെയ്തു. So actually politicians have children to give the post to them. We have children to give our property to them. യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാർക്ക് മക്കളുണ്ട്, അവരുടെ പോസ്റ്റ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി. നമുക്ക് നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ പ്രോപ്പർട്ടി അവർക്ക് കൊടുക്കുവാൻ വേണ്ടി. But Vyasdeva produced Sukadeva Goswami for our benefit. എന്നാൽ വ്യാസദേവൻ അതുപോലെ അല്ല മക്കളെ രൂപകൽപ്പന ചെയ്ത് അദ്ദേഹം നമ്മുടെ ഓരോരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പുത്രോത്പാദനം നടത്തിയത്. One fake Swamiji lived in Tamil Nadu 30 years back. 30 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ഒരു തെറ്റായ ഒരു കള്ളനായ ഒരു ഋഷി ഉണ്ടായിരുന്നു. Like you heroes talk punch dialogue, he will also give a lot of punch dialogues. ഹീറോ സിനിമയിലെ നല്ല പഞ്ച് ഡയലോഗ് അടിക്കുന്നത് പോലെ ഈ കള്ള ഋഷി കുറെ കള്ള ഡയലോഗ്സ് ഒക്കെ അടിക്കാറുണ്ട്.
he told in one of his classes to all the audience, he said, the difference between you and me is very important. അങ്ങനെ ഒരു പ്രാവശ്യം വലിയൊരു വേദിയിൽ അദ്ദേഹം ഒരു ലെക്ചർ കൊടുത്തു. അതിൽ പറഞ്ഞു, നമ്മളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞു. You are all living for your benefit, but I am living for your benefit. എന്നിട്ട് അതേ ഡയലോഗ് അടിച്ചു. എന്ന് വെച്ചാൽ, നിങ്ങളെല്ലാം ജീവിക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്, എന്നാൽ ഞാൻ ജീവിക്കുന്നത് നിങ്ങളുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എന്ന് അദ്ദേഹം അടിച്ചു വിട്ടു. Yeah. So, and actually Vyasdev, it is very much applicable for him. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ വ്യാസദേവൻ എന്നുള്ള വാക്ക് അദ്ദേഹത്തിന് കറക്റ്റ് ആപ്ലിക്കബിൾ ആണല്ലോ. And his entire life was sacrificed for humanity. യഥാർത്ഥത്തിൽ വ്യാസദേവൻ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതം മുഴുവനും മനുഷ്യലോക നന്മയ്ക്ക് വേണ്ടി ഉപകാരപ്പെടുത്തുകയാണ് ചെയ്തത്. And in Kali Yuga, it is said that Madhvacharya, when he appeared, he went to Badrikashram, and there he had darshan of Vyasadev. അങ്ങനെ കലിയുഗത്തിൽ മധ്വാചാര്യൻ ഒരിക്കൽ ബദരികാശ്രമത്തിൽ പോവുകയും അവിടെ വ്യാസദേവന്റെ ദർശനം എടുക്കുകയും ചെയ്തു. So first time when Madhvacharya went, he wrote the Bhagavad Gita commentary and showed it to Vyasadev. അങ്ങനെ നേരിട്ട് അദ്ദേഹം ഒരു ഭഗവത്ഗീത കമന്ററി എഴുതി വ്യാസദേവനെ നേരിട്ട് കാണിക്കുകയുണ്ടായി. And at that time Vyasadev said, next time when you come to meet me, you should bring me Brahma Sutra commentary. അപ്പോ വ്യാസദേവൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നെക്സ്റ്റ് പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ ബ്രഹ്മസൂത്രത്തിന്റെ കമന്ററി ആയിട്ട് താങ്കൾ വരണമെന്ന് പറഞ്ഞു. So Madhvacharya went to him with the commentary of Brahma Sutra, and also he made some eatables for Vyasadev. രണ്ടാമത്തെ പ്രാവശ്യം മധ്വാചാര്യർ ബ്രഹ്മസൂത്രത്തിന്റെ കമന്ററി എഴുതുകയും അതുപോലെ തന്നെ വ്യാസദേവൻ കാണിക്ക വയ്ക്കാൻ വേണ്ടി കുറച്ച് ആഹാര പദാർത്ഥങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു. So Vyasadev read the commentary, he ate the eatables, he said both are very tasty. ഉടനെ വ്യാസദേവൻ ആഹാരം എടുത്ത് കഴിക്കുകയും ബ്രഹ്മസൂത്രം അദ്ദേഹം കമന്ററി വായിച്ചു നോക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, രണ്ടും വളരെ സ്വാദിഷ്ടമാണല്ലോ എന്ന് പറഞ്ഞു. And he said, next time you should read Mahabharata commentary. അപ്പൊ വ്യാസദേവൻ പറഞ്ഞു, നെക്സ്റ്റ് പ്രാവശ്യം വരുമ്പോ അങ്ങ് മഹാഭാരതത്തിന്റെ കമന്ററി ആയിട്ട് വരണമെന്ന് പറഞ്ഞു. So Madhvacharya wrote Mahabharata Tatparya Nirnaya and a summary of all the important incidents in Mahabharata. അദ്ദേഹം അങ്ങനെ മഹാഭാരതത്തിന്റെ താല്പര്യ നിർണയം എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം ചേർത്ത് ഒരു പരിഭാഷ അദ്ദേഹം ഉണ്ടാക്കി. There he clarified all the controversial topics like Ekalaiva and so many controversies in Mahabharata. Madhvacharya clarified in the Mahabharata Tatparya Nirnaya. അങ്ങനെ മഹാഭാരത താല്പര്യ നിർണയം എന്നുള്ള പുസ്തകത്തിൽ പ്രധാനമായിട്ടും മധ്വാചാര്യർ ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്നാൽ കോൺട്രാഡിക്ടറി ഡിസ്കഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കിനെയാണ് അദ്ദേഹം അതിനകത്ത് കൂടുതലും ഉണ്ടാക്കിയത്, പ്രത്യേകിച്ചും ഏകലവ്യൻ എന്നുള്ള പോലത്തെയുള്ള ടോപ്പിക്കുകൾ. So this is a comparison of Vyasadeva. So how much we are degraded. Vyasadeva says, don't worry, I will come below you and I will lift you. യഥാർത്ഥത്തിൽ ഇതാണ് വ്യാസദേവന്റെ മഹാകാരുണ്യം. കാരണം നമ്മൾ എത്രത്തോളം ഡീഗ്രേഡ് ആണോ, വിഷമിക്കേണ്ട, ഞാൻ അതിന് നിങ്ങളെ പോലെ നിങ്ങളുടെ കൂടെ വന്ന് താഴെ ഇറങ്ങി നിന്നിട്ട് നിങ്ങൾ ഉദ്ധരിക്കാം എന്ന് പറഞ്ഞു. So usually when we fall under some well or something, people will drop the rope. We have to catch the rope and then we have to go up. നമ്മള് ചിലപ്പോ വല്ല പൊട്ടക്കിണറിൽ വീണ് പോവുകയാണെങ്കിൽ ആൾക്കാർ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് കയറിട്ട് തന്ന് അതിൽ പിടിച്ച് നമ്മൾ വലിച്ചു കയറ്റാൻ ശ്രമിക്കാറുണ്ട്. So but when we take our children to darshan in Guruvayur or Padmanabha Swami temple, so what we do? We lift our children and show this is God. നമ്മൾ ക്ഷേത്ര ദർശനത്തിന് മക്കളെ കൊണ്ടുപോകാണെങ്കിൽ ഉദാഹരണത്തിന് ഗുരുവായൂരോ പത്മനാഭസ്വാമിയോ ക്ഷേത്രത്തിൽ ആയിക്കോട്ടെ, നമ്മുടെ മക്കളെ കൊണ്ടുപോകാണെങ്കിൽ മക്കൾക്ക് ഭഗവാൻ ദർശനം കൊടുക്കാൻ വേണ്ടി അവരെ നമ്മൾ പൊക്കും, ഉയർത്തും, അല്ലേ? Prabhu, the speed is okay for them? Yes. Prabhu, speed. So Vyasadeva, like we lift our children to show God, Vyasadeva will come below us and he will give everything possible. He will lift us and then show this is God. അതുപോലെയാണ് വ്യാസദേവൻ ഭൗതിക ലോകത്തിൽ ഇറങ്ങി വന്ന് നമ്മളെ ഉയർത്തി ഭഗവാനെ കാണിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. So how do we reciprocate for his love? നമുക്ക് എങ്ങനെ അദ്ദേഹത്തിന്റെ ആ സ്നേഹത്തിന് തിരിച്ച് സ്നേഹം കൊടുക്കാം? So we can worship Vyasadev, we can worship his Murti, we can take darshan of Vyasadev temples. നമുക്ക് വേണമെങ്കിൽ വ്യാസദേവന്റെ വിഗ്രഹത്തിന് ദർശനം ചെയ്യാം, അദ്ദേഹത്തിന്റെ ക്ഷേത്രം നമ്മൾ വിസിറ്റ് ചെയ്യാം, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. Yesterday we went to Thiruvallam. There one Vyasadev shrine is there. Matsyamurti, Vyasadev and Lord Subramanya were there. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്തില് ഇന്നലെ ഞാൻ പരശുരാമ ക്ഷേത്രം ദർശനം ചെയ്തപ്പോൾ അവിടെ മത്സ്യമൂർത്തിയും വ്യാസദേവന്റെ വിഗ്രഹവും ആ ക്ഷേത്രത്തിൽ ഞാൻ കണ്ടു, ദർശനം കിട്ടി. In Padmanabha Swami temple also Vyasadeva and Aswathama are there. അതേപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തിരുവനന്തപുരത്തില് വ്യാസദേവനും അശ്വത്ഥാമ ഒരുമിച്ചിരിക്കുന്ന വിഗ്രഹമുണ്ട്. So we can take darshan and we can express our love and gratitude to him. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ക്ഷേത്രത്തിൽ ദർശനം എടുത്ത് നമ്മുടെ സന്തോഷവും നന്ദിയും പ്രകടിപ്പിക്കാം. Another way of worshipping him is whatever
literature he gave, Vedic literature, we can read them and worship him. അത് ഒരു രീതിയിലാണ്. എങ്കിൽ മറ്റൊരു രീതിയിലും വ്യാസദേവൻ നമുക്ക് സ്നേഹിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യാം. അതെങ്ങനെയെന്ന് വെച്ചാൽ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും മഹാഭാരത പോലത്തെ ഗ്രന്ഥങ്ങളും വായിക്കുന്നതിലൂടെയും നമുക്ക് അദ്ദേഹത്തിനെ ഗ്ലോറിഫൈ ചെയ്യുകയും വർഷിപ്പിക്കുകയും ചെയ്യാം. So in this world, people write many books. They ask for royalty. നമ്മൾ പൊതുവെ ലോകം നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവർ ഉടനെ റോയൽറ്റി അത് ആവശ്യപ്പെടുകയും ചെയ്യാറുണ്ട്. For every book that is sold, that person will get royalty. ഏതൊരു പുസ്തകം വിറ്റാലും അതിലൂടെ ആ എഴുതിയ ആളിന് റോയൽറ്റി കിട്ടാറുണ്ട്. Musicians, they are asking royalty for their music. മ്യൂസിഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവര് അവരുടെ ആൽബത്തിന് റോയൽറ്റി ചോദിക്കാറുണ്ട്. And if you don't give royalty, they will go to the court. നമ്മള് റോയൽറ്റി കൊടുത്തില്ലെങ്കിൽ അവർ ഉടനെ കോടതിയിലേക്ക് പോകും. So they will say they have used my song in this movie without my permission. അതോടെ അവർ പറയും അവര് എന്റെ മ്യൂസിക്കാണ് എടുത്തത്, എന്റെ പെർമിഷനോടുകൂടി അല്ല എടുത്തത് എന്ന് കോടതിയിൽ പറയും. But Vyasadev doesn't want royalty. എന്നാൽ വ്യാസദേവൻ അദ്ദേഹം റോയൽറ്റി ആവശ്യപ്പെടുന്നില്ല. Vyasadev says, you read, you spiritually elevate, that is my royalty. അതേ ആഗ്രഹിക്കുന്നത് നീ വായിക്കൂ, നീ സ്പിരിച്വലി ഉയരൂ, ഇതാണ് എന്റെ യഥാർത്ഥ റോയൽറ്റി എന്ന് അദ്ദേഹം പറയുന്നു. So yeah, actually, and there are some jokers in Tamil Nadu. There are some poets. Wherever you invite them for guest lecture to colleges, he will go and he will take all his books. You invite some poets for guest lecture, whatever book he write, he will take the books and he will sell in that lecture. നമ്മളിപ്പോ തമിഴ്നാട്ടിലെ ഒരു രീതി എന്തെന്ന് വെച്ചാല് നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ഗസ്റ്റ് ലെക്ചർമാരെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ അവർ അവിടെ വരികയും അവർ എഴുതിയ പുസ്തകങ്ങൾ നൈസ അതിനിടയിലൂടെ വിൽക്കുകയും ചെയ്യാറുണ്ട്. Actually, nothing wrong. You can publicize. യഥാർത്ഥത്തിൽ തെറ്റൊന്നും അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകം വിൽക്കാം. But what he will say, I will come for the lecture only if you buy 2000 books. എന്നാല് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ലെക്ചർമാര് പറയാറുണ്ട്, എന്തെന്ന് വെച്ചാല് ഞാൻ അവിടെ ലെക്ചറിന് വരാം, പക്ഷെ നിങ്ങൾ എന്റെ ഇന്ന് 2000 പുസ്തകം എടുത്താൽ മാത്രമേ ഞാൻ വന്ന് അവിടെ ക്ലാസ് എടുക്കൂ എന്ന് പറയുന്നതാണ് തെറ്റ്. But Vyasadev will not put any conditions. എന്നാൽ വ്യാസദേവൻ അങ്ങനെ ഒരു കണ്ടീഷനും ഇവിടെ വച്ചിട്ടില്ലല്ലോ. So one person reads Bhagavatam, or 100 people read, or 2 people read Mahabharata, please. ഒരാൾ വായിച്ചാലും 2 ആൾ വായിച്ചാലും 10 ആൾ വായിച്ചാലും ആരെങ്കിലും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ അദ്ദേഹം വളരെ ഹാപ്പി ആയി. So that's why it is said, Kripaya Munina Kritam. His Kripa is boundless. യഥാർത്ഥത്തിൽ വ്യാസദേവന്റെ കൃപ എന്ന് പറയുന്നത് അതിർത്തികളില്ലാത്തതാണ്. And you cannot compare the compassion of Vyasadev with any of the other incarnations. നമുക്ക് ഒരിക്കലും വ്യാസദേവന്റെ കാരണം എന്ന് പറയുന്നത് മറ്റേത് ഭഗവാന്റെ അവതാരങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്താനേ പറ്റത്തില്ല, അത്രത്തോളം വലുതാണ്. Krishna is merciful, Rama is merciful, Narasimha is merciful. But we know they are merciful only because of Vyasadev. നമുക്ക് കാണാൻ കഴിയും രാമനും കൃഷ്ണനും നരസിംഹവും ഒക്കെ കരുണാമയനാണ്. എന്നാൽ ഇവരെല്ലാം കരുണാമയനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വ്യാസദേവനിലൂടെ മാത്രമാണ്. Unfortunately, Vyasadev's importance is very, very less. എന്നാൽ വിഷമമുള്ള സ്ഥിതി എന്തെന്നാൽ എല്ലാവർക്കും വ്യാസദേവനെ കുറിച്ച് പ്രധാനത്തിനെ കുറിച്ച് വലുതായിട്ട് ഒന്നും അറിയില്ല. So we should speak more and more about his glory, spread his glory. He is a Jnana Kala avatar of the Lord. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും വ്യാസദേവന്റെ ഗ്ലോറിഫിക്കേഷൻ ലോകം മുഴുവനും പ്രചരിപ്പിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ അവതാരം എന്ന് പറയുന്നത് ജ്ഞാന കല അവതാരമാണ്. Exhibition of Lord's knowledge potency. യഥാർത്ഥത്തിൽ ഭഗവാന്റെ അറിവ് എന്നുള്ള വിഷയത്തിനെ കുറിച്ച് ഈ ലോകത്തിന് വിളംബരം ചെയ്യുന്ന അവതാരമാണ് വ്യാസദേവൻ. It doesn't mean that he doesn't. Don't think that we shouldn't think that he doesn't have power. എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അദ്ദേഹത്തിന് വേറെ ശക്തികളൊന്നും ഇല്ല എന്ന് നമ്മൾ വിചാരിച്ചു കളയരുത്. Yes, extraordinary power. തീർച്ചയായും അദ്ദേഹത്തിന് എക്സ്ട്രാ ഓർഡിനറി ഒരുപാട് ശക്തികളുണ്ട്. So Ashwatthama released one Brahmastra, Arjuna released one Brahmastra. 2 Brahmastras can smash the universe completely. നമുക്ക് കാണാൻ കഴിയും അശ്വത്ഥാമാവ് ഒരു അസ്ത്രം അയച്ചു, അതേപോലെ അർജുനനും ഒരു ബ്രഹ്മാസ്ത്രം അയച്ചു. അങ്ങനെ ഈ ലോകം മുഴുവൻ അതിനെ നശിപ്പിക്കാൻ പ്രാപ്തമുള്ള 2 ബ്രഹ്മാസ്ത്രങ്ങൾ അവര് വിക്ഷേപിച്ചു. And Ashwatthama and Arjuna practiced so much to learn this Brahmastra and shoot it. യഥാർത്ഥത്തിൽ അശ്വത്ഥാമ ആയിക്കോട്ടെ അർജുനൻ ആയിക്കോട്ടെ ഈ ബ്രഹ്മാസ്ത്രം അയക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഒരുപാട് കാലങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. But Vyasadeva effortlessly stopped both of them just like this. എന്നാല് ഈ 2 പേരെയും വളരെ എഫോർട്ട് ഇല്ലാതെ തന്നെ വ്യാസദേവൻ പെട്ടെന്ന് നിർത്തിച്ചു. So that is his power. അത്രയും ശക്തിമാനാണ് വ്യാസദേവൻ. And apart from giving all this Vedic literature, after the Mahabharata war and after Lord Krishna disappeared, he consoled Arjuna. Consoled Arjuna, actually. Okay, so after the Mahabharata war, after the Lord Krishna disappeared, Arjuna was very upset. He was consoled by Vyasadeva. യഥാർത്ഥത്തിൽ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഈ പറഞ്ഞ എല്ലാ അടിപിടി എല്ലാം കഴിഞ്ഞിട്ട്
വളരെ വിഷമിച്ചിരുന്ന അർജുനനെ ശരിക്കും വ്യാസദേവൻ സ്നേഹപൂർവ്വം പരിചരിക്കുകയുണ്ടായി. Okay. And also he gave good counsel to the Kauravas. He told them, don't fight with Pandavas. അതിനുശേഷം നല്ലൊരു കൗൺസിലിംഗ് കൗരവമാർക്കും കൊടുത്തു. And yeah. So the entire Mahabharata happened because of Vyasadeva and Parasuram. The entire Mahabharata happened because of Vyasadeva and Parasuram. യഥാർത്ഥത്തിൽ എല്ലാ മഹാഭാരത യുദ്ധം നടത്തുന്നതിന്റെ ബേസ് എന്ന് നോക്കുമ്പോൾ വ്യാസദേവനും പരശുരാമനുമാണ്. And both were rishis. ഈ രണ്ടുപേര് യഥാർത്ഥത്തിൽ ഋഷിവര്യന്മാരാണ്. So Vyasadeva helped the story of Mahabharata because he gave birth to Dhritarashtra, Pandu and Vidura. കാരണം എന്തെന്നാൽ വ്യാസദേവനാണ് യഥാർത്ഥത്തിൽ ധൃതരാഷ്ട്രന്റെയും പാണ്ഡുവിന്റെയും വിതുരന്റെയും അച്ഛൻ. And Parasuram was the spiritual master of Dronacharya. പരശുരാമൻ എന്ന് പറയുന്നത് ദ്രോണാചാര്യന്റെ സ്പിരിച്വൽ മാസ്റ്റർ ആണ്. So and he was Dronacharya taught Pandavas and Kauravas. അങ്ങനെ ദ്രോണാചാര്യർ പാണ്ഡവർക്കും കൗരവർക്കും അസ്ത്രവിദ്യ പഠിപ്പിച്ചു. And Karna was student of Parasuram. കർണനും പരശുരാമന്റെ ശിഷ്യനാണ്. So the entire Mahabharata war is between the disciples of Parasuram. യഥാർത്ഥത്തിൽ പരശുരാമന്റെ ഡിസേബിൾസ് തമ്മിലുള്ള അടിയാണ് ഇവിടെ മൊത്തം മഹാഭാരതത്തിലും കാണപ്പെടുന്നത്. Vyasadeva produced, Parasuram destroyed. ഇവിടെ സംഭവിച്ചിരുന്നാൽ വ്യാസദേവൻ ഉത്പാദിപ്പിച്ചു, പരശുരാമൻ നശിപ്പിച്ചു. So in this way, so Paramatma is behind all the actions of this world. അങ്ങനെ ഈ ലോകത്തിൽ എല്ലാ പ്രവർത്തനത്തിനെയും നിയന്ത്രിക്കുന്നത് പരമാത്മാവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. Enough to. ഓ സൂപ്പർ. So yeah, any questions? Yeah. So we should all meditate on Vyasadeva and study his teachings, and we should talk more about Vyasadeva. നമ്മൾ അതുകൊണ്ട് നമ്മൾ വ്യാസദേവനെ മെഡിറ്റേറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. പ്രഭുവിന്റെ മനോഹരമായ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും പ്രഭുവിനോട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. പ്രഭു ഈ 4G എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഗീത, ഗായത്രി, ഗോവിന്ദ, ഗംഗ, അത് എങ്ങനെയാണ്? ഗീത വായിക്കാൻ പറ്റും, മറ്റതൊക്കെ നമ്മൾ അങ്ങനെ സാക്ഷാത്കരിക്കും. ഗോവിന്ദനെ നമുക്ക് നാമം ജപിക്കാം, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? Prabhu, question is, Prabhu told for these, how we can practically implement this for G in our life. Yeah, Bhagavad Gita is there, so every day you can read Gita. Bhagavad Gita ഉണ്ട്, നമുക്ക് എല്ലാ ദിവസവും വായിക്കാം. Gayatri mantra, Hare Krishna mantra contains Gayatri within it, so we can chant. യഥാർത്ഥത്തിൽ ഗായത്രി മന്ത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹരകൃഷ്ണ മന്ത്രത്തിൽ തന്നെ ഗായത്രി മന്ത്രം അന്തർലീനീയമാണ്, അതുകൊണ്ട് അത് നമുക്ക് ജപിക്കാം. Okay, there. Oh, time is done. ഗോവിന്ദ. Govinda, we eat prasadam. He enlivens all our senses. So we experience Govinda. നമ്മൾ പ്രസാദം മാത്രം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഗോവിന്ദൻ നിയന്ത്രിച്ചോളും. അങ്ങനെ ഗോവിന്ദനെ നമുക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാം. Ganga water, we can actually try to have it whenever we get a chance. നമ്മൾ ഗംഗാജലം എപ്പോഴും നമ്മൾ കുടിക്കുക, എപ്പോഴൊക്കെ അവസരം കിട്ടോ അതിലൂടെ ഗംഗയെ സേവിക്കും. Or we can take darshan of the lotus feet of the Lord, because from there only Ganga emanates. അതല്ല എങ്കിൽ എപ്പോഴും ഭഗവാന്റെ പാദകമലങ്ങൾ ദർശനം ചെയ്യുക, കാരണം ആ പാദത്തിലൂടെയാണ് ഗംഗാദേവി ഈ ലോകത്ത് വന്നത്. Actually, usually we look at the Lord's face. യഥാർത്ഥം നമ്മള് ഭഗവാന്റെ മൊഹാരവിന്ദം നമ്മൾ കാണുമ്പോൾ, But actually, feet is more important. യഥാർത്ഥത്തിൽ മുഖത്തിനേക്കാളും പ്രധാനമാണ് ഭഗവാന്റെ പാദകമലം. In Padmanabhaswamy temple, you can see the face easily, but feet is very difficult to see. യഥാർത്ഥത്തിൽ പദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഭഗവാന്റെ മുഖകമലങ്ങൾ നമുക്ക് ദർശനം ചെയ്യാൻ പറ്റും, എന്നാൽ പാദം വളരെ എളുപ്പത്തിൽ നമുക്ക് ദർശനം ചെയ്യാൻ കഴിയുന്നില്ല. Whenever you get Ganges water, you can take. If not, you can take darshan of Lord's feet. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഗംഗാജലം നമുക്ക് സേവിക്കാൻ പറ്റും അപ്പോഴെല്ലാം നമ്മൾ സേവിക്കുക, അതല്ല എങ്കിൽ ഭഗവാന്റെ പാദകമലങ്ങൾ ദർശനം ചെയ്യുക. Similarly, even if you miss the class, don't worry, take prasadam. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഭാഗവതം ക്ലാസ് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, ഭഗവാൻ നിവേദിച്ച പ്രസാദം കഴിക്കാൻ ശ്രമിക്കുക. Yeah, if you are stuck in traffic or something, you are late for our class, no worries, but don't miss prasad. ഇനി നമ്മൾ ഭാഗവതത്തിൽ എത്താൻ വേണ്ടി നമ്മൾ ട്രാഫിക് ജാം അങ്ങനെയൊക്കെ ആയിപ്പോയാലും വിഷമിക്കേണ്ട, പ്രസാദം ഭഗവാൻ നിവേദിച്ചത് കഴിക്കാൻ ശ്രമിക്കുക. So by prasadam you get Govinda's association. അങ്ങനെ പ്രസാദത്തിലൂടെ നമുക്ക് ഗോവിന്ദന്റെ അസോസിയേഷൻ നമുക്ക് കിട്ടുന്നതാണ്. So all the temple restaurants are called Govinda. നമ്മള് കൊണ്ട് എല്ലാ പ്രസാദ് സെന്ററിന്റെയും പേര് ഗോവിന്ദാസ് എന്നാണ്. So in this way, both we can.
ഇങ്ങനെ ഈ 4G നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. താങ്ക് യു പ്രഭു, താങ്ക് യു, മനസ്സിലായി. താങ്ക് യു. സൂപ്പർ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വ്യാസദേവന്റെ പ്രാധാന്യത്തെ കുറിച്ച് സാറിന് വാസുദേവൻ ഭാഗവതം എഴുതി, അങ്ങനെ മഹാഭാരത വേദം എല്ലാം വിഭജിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ വാസുദേവൻ അങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതിനപ്പുറം വ്യാസദേവന്റെ ഗ്ലോറിഫിക്കേഷൻസ് ഒന്നും അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ വാസുദേവനെ കണ്ടിട്ട് പോലും ഇല്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ പ്രദക്ഷിണ വെക്കുന്ന വ്യാസദേവൻ ശരി അവിടെ ഒന്ന് നമസ്കരിക്കും, പക്ഷെ ഈ ഒരു പ്രാധാന്യം ഒന്നും മനസ്സിലാക്കിയിട്ടല്ല. വാസുദേവൻ ഇത്രയൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടൊന്നും അല്ല, എങ്കിലും അത്രേ അറിയുള്ളൂ. പക്ഷെ അത് ഇത്രയധികം പ്രാധാന്യമുണ്ട്, ഇത്രയധികം നമ്മൾ മനസ്സിലാക്കണം, വ്യാസദേവനെ പൂജിക്കണം എന്നുള്ളത് മനസ്സിലാക്കി തന്നതിന് പ്രഭു വളരെയധികം നന്ദി പ്രഭു. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. You understand what he said? Yeah. Vasudeva's importance. Yes. Not only he Yeah, we will speak more in future. ജയ്. ഇനി കൂടുതൽ വ്യാസദേവനെ കുറിച്ചുള്ള ഗ്ലോറിഫിക്കേഷൻ ഉണ്ട്. അത് മറ്റുള്ള ഭാവിയിലുള്ള ക്ലാസ്സുകളിൽ പ്രഭു ഇനിയും പറയാമെന്ന് ഇപ്പൊ പ്രഭു സമ്മതിച്ചു. ഹരിബോ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. പ്രഭു 1-2 പോയിന്റ്സ് കൂടെ പറയാൻ ആഗ്രഹിക്കും. Actually, there is a YouTube channel, Hare Krishna Trichandur. I will give the details to Prabhu. There, for last 1 year, I told full Narsimha Avatar in Tamil, but whoever can follow Tamil can make use of this. പ്രഭു വളരെ കൃപ കൊണ്ട് അദ്ദേഹം ഹരേ കൃഷ്ണ തിരുച്ചെന്തൂർ എന്നുള്ള ഒരു സത്സംഗത്തില് അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതേ പേരിൽ തന്നെ. അവിടെ ഭഗവാന്റെ കൃപ കൊണ്ട് അദ്ദേഹം നരസിംഹദേവ ആവിർഭാവത്തിനെ കുറിച്ചുള്ള ഒരു മനോഹരമായ ഒരു എപ്പിസോഡുകൾ കഴിഞ്ഞ 1 വർഷമായി നടത്തിയിരിക്കുന്നു. അതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ചാനലില്. അത് തമിഴിലാണ് പറഞ്ഞിരിക്കുന്നത്. ആർക്കെങ്കിലും തമിഴ് അറിയാമെങ്കിൽ ദയവായി അത് കേൾക്കാൻ ശ്രമിക്കണമെന്ന്. Another thing is, actually, I want to sincerely thank all devotees of Trivandrum. I stayed here. So much support I got from Kathamrita Prabhu, Patita Pavan Prabhu. So much they served. Actually, by seeing them only, I understood what is meant by service attitude. If you have to translate, or somebody else can translate. പ്രഭു തിരുവനന്തപുരം ഭക്തന്മാരെ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. And Maharaj always praises the Trivandrum devotees. He will always tell me, like, you should learn from Trivandrum devotees. So sincere they are. So they never complain. So much he praises every time. പ്രഭു കൊണ്ട് അദ്ദേഹം ഗുരുമഹാരാജ് പറഞ്ഞ പല കാര്യങ്ങളും പറയുന്നു. അതിൽ എപ്പോഴും ഗുരുമഹാരാജ് മഹാവിഷ്ണു മഹാരാജ് പറയാറുണ്ട്, തിരുവനന്തപുരം ഡ്യൂട്ടീസ് നല്ല ഡ്യൂട്ടീസ് ആണെന്ന് പറയാറുണ്ട്. So I could see practically so much support I got from these Prabhujis and Matajis. Thank you so much. I don't know how we'll repay back. Gratitude സമർപ്പണം ചെയ്യും. No questions, we can conclude. ഇനി ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാന്ന് പറയുന്നു. ഞാൻ പ്രഭുവിനെ കുറിച്ച് ഒരു 2 ലൈൻ പറയാം. പ്രഭു ഹിസ് ഗ്രേസ് നരഹരി കൃഷ്ണദാസ് പ്രഭു എന്ന് പറയുന്നത് ഒരു ഗൃഹസ്ഥ ഡിവോട്ടിയാണ്. പ്രഭു ഹിസ് ഹോൾനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജിന്റെ വളരെ മുതിർന്ന സീനിയർ വൈഷ്ണവരിൽ ശിഷ്യരിൽ ഒരാളാണ്. പ്രഭു താമസിക്കുന്നത് ചെന്നൈയിലാണ്. അത് ബേസിക്കലി തമിഴനാണ്. എന്നാൽ അദ്ദേഹത്തിന് പല ഭാഷകളും കൈകാര്യം ചെയ്യാൻ അറിയാം. പ്രഭു വളരെ ഭാഗവതത്തില് നല്ല രീതിയിൽ പ്രാവീണ്യമുള്ള ഒരു ഡിവോട്ടിയാണ്. എങ്ങനെയാണോ ഗുരു മഹാരാജ്, അതുപോലെ തന്നെ ഭാഗവതം പഠിച്ച ചുരുക്കം ചില ശിഷ്യന്മാരിൽ ഒരു പ്രധാനമായ ഒരു ഡിവോട്ടിയാണ് പ്രിയപ്പെട്ട നരഹരി പ്രഭു. നരഹരി പ്രഭുവിന്റെ ഒരുപാട് ക്ലാസ്സുകൾ ഇതേപോലെ പല യൂട്യൂബ് ചാനലുകളിലും അവൈലബിൾ ആണ്. എന്നാൽ പ്രഭു ഏറ്റവും കൂടുതൽ ഗ്രന്ഥരാജ് എന്നുള്ള മെയിലില് ഒരുപാട് റൈറ്റിംഗ്സ് അദ്ദേഹത്തിന്റെ റിയലൈസേഷൻ എഴുതാറുണ്ട്. അതിലുള്ള പല റൈറ്റിംഗ്സും ഒരുപാട് ഡിവോട്ടീസ് അവരുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട്. പ്രഭു വളരെ സീനിയർ ആയിട്ടുള്ള വൈഷ്ണവൻ എന്ന് മാത്രമല്ല, ഭാഗവതം, ഭഗവത്ഗീത ഇത്യാദി ഗ്രന്ഥങ്ങൾ അല്ലാതെ മറ്റു പല ശാസ്ത്രങ്ങളിലും വളരെ വളരെ ഡീപ്പായിട്ടുള്ള അറിവുള്ള നല്ല റിയലൈസേഷൻ ഉള്ള ഒരു ഡിവോട്ടിയാണ്. പ്രഭുവിന്റെ കൃപ കൊണ്ട് നമുക്ക് ഇന്ന് തിരുവനന്തപുരത്തിൽ നമ്മുടെ സത്സംഗത്തിൽ പ്രഭുവിന്റെ ക്ലാസ് നമുക്ക് നൽകി. ഈ ക്ലാസ് കേട്ട ഓരോരുത്തർക്കും അറിയാം പ്രഭുവിന്റെ ഡീപ്പ് റിയലൈസേഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ ഞാൻ വിനയപൂർവ്വം പ്രഭുവിനോട് റിക്വസ്റ്റ് ചെയ്തു, മാസത്തിൽ 1-2 ക്ലാസ് നമ്മൾക്ക് വേണ്ടി ലോകത്ത് എവിടെയുണ്ടെങ്കിലും എടുക്കണമെന്ന് ഞാൻ പ്രഭുവിനോട് ആവശ്യപ്പെട്ടു. പ്രഭു കൃപ കൊണ്ട് അത് സമ്മതിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. നന്ദി പ്രഭു. ഹരേ കൃഷ്ണ. Thank you very much. Hare Krishna. Srila Prabhupada ki jai. Ananda Gaudi Vaishnava Vrinda ki jai.
ഹരേ കൃഷ്ണ. ഐശ്വര്യ. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. വളരെ നന്നായിരുന്നു ക്ലാസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ 4G ഇതൊക്കെ എക്സാമ്പിളൊക്കെ കേൾക്കുന്നത്. വളരെ നന്നായിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ്. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഐശ്വര്യ. താങ്ക് യു. അത് വേണ്ട.